ഹായ് മക്കൾ, ആദ്യം തന്നെ ചോദിക്കുകയാണ്, നിങ്ങൾ ഇന്നത്തെ ഫിസിക്സ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഉറപ്പായിട്ട് കുറച്ച് കുട്ടികളെങ്കിലും മറ്റേ ലീഗ്ഡ് ക്വസ്റ്റ്യൻ പേപ്പർ അത് ഫുള്ള് പഠിച്ചൊക്കെ പോയിട്ടുണ്ടാവും. ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക എങ്ങനെ ഉണ്ടായിരുന്നു ഫിസിക്സ് എക്സാം എന്നുള്ളത്. കാരണം ഒരുപാട് കുട്ടികൾ പറയുന്നുണ്ട് ഫിസിക്സ് ചതിച്ചാശാനെ, ഫിസിക്സ് എന്താണ് പിന്നെ ഭയങ്കര ടഫായി. പക്ഷേ ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ പതിവില്ലാത്ത വിധം എന്താ ചെയ്തിട്ടുണ്ട്, പതിവില്ലാത്ത വിധം ഒരു പാറ്റേൺ മാറിയിട്ടുണ്ട്. എസ്പെഷ്യലി ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ ഒരുപാട് കൂടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇതേ സംഭവം നിങ്ങളുടെ മറ്റന്നാൾ നടക്കുന്ന ബുധനാഴ്ച നടക്കുന്ന നിങ്ങളുടെ മാത്സ് എക്സാം, നാളത്തെ CS കഴിഞ്ഞിട്ട് മാത്സ് എക്സാമിന് ഇങ്ങനെ തന്നെയാണെങ്കിലോ? അതായത് എനിക്കുറപ്പാണ് ഒരുപാട് +2 കുട്ടികൾ ഇപ്പോഴും സീരിയസ് ആയിട്ട് കാര്യങ്ങളൊന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല ലാസ്റ്റ് 7 മണിക്കുള്ള ലൈവിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങളങ്ങ് പഠിച്ചു തുടങ്ങുന്നത്. മക്കൾ, നിങ്ങൾക്ക് ശരിക്കും ഇപ്പോഴും തോന്നുന്നുണ്ടോ 7 മണി മുതൽ 10 മണി വരെയുള്ള ആ ഒരു 3-4 മണിക്കൂറിൽ നിങ്ങൾക്ക് ഇതൊക്കെ കൂടെ മലമറിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. ശരിക്കും നിങ്ങൾ ആലോചിച്ചാൽ ഒപ്പം ഇപ്പം കുറച്ച് സീരിയസ്നെസ് ഒക്കെ ഉണ്ടാവും. കുറച്ചും കൂടെ നേരത്തെ നിങ്ങൾ പഠിക്കാൻ, അതായത് ഒരുപാട് കുട്ടികൾ നമ്മളോട് ആവശ്യപ്പെടുന്നു, സാറേ ലൈവ് നേരത്തെ ആക്കണം. ഇന്നത്തെ ഫിസിക്സ് എക്സാം കൊണ്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കും ആ ഒരു തീരുമാനം വന്നിട്ടുണ്ട്. അപ്പം നാളെ കമ്പ്യൂട്ടർ സയൻസ് ഉള്ള കുട്ടികൾക്ക് കമ്പ്യൂട്ടർ സയൻസ് എക്സാം കഴിഞ്ഞിട്ടും അല്ലാത്തവർക്കുമായിട്ട് നാളത്തെ നമ്മുടെ മാത്സിൻ്റെ മാരത്തോൺ തുടങ്ങാൻ പോകുന്നത് 3 മണിക്കാണ്. കാരണം നമ്മൾ പഠിക്കുന്നത് ഡെറിവേറ്റീവ്സ് പഠിക്കുന്നുണ്ട്, അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് ഉണ്ട്, ഇൻ്റഗ്രേഷനും അതേപോലെ തന്നെ അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷൻ, ഒരുപാട് ഡിഫിക്കൽട്ട് ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്, ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഉണ്ട്. അപ്പം അവിടെ എന്താണ് നമ്മളെ സംബന്ധിച്ച് കൂടുതൽ സമയം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി നാളെ 3 മണി മുതൽ എജ്യൂപോർട്ടിൻ്റെ മുഴുവൻ മാത്സ് ടീച്ചേഴ്സ് എന്തുണ്ടാവും, ഞാനുണ്ടാവും, ഷാമിൽ സാർ ഉണ്ടാവും, ജസീം സാർ ഒക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പോവാണ്, നാളെ 3 മണി മുതൽ മാത്സിൻ്റെ മാരത്തോൺ ഞങ്ങൾ എടുക്കുകയാണ്. സോ ഉറപ്പായിട്ടും നിങ്ങൾ ഉണ്ടാവുക. 3 മണി മുതൽ ഇരുന്നാൽ വളരെ സിമ്പിളാണ്. എത്രയാണോ 7 മണി മുതൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് അതിൻ്റെ ഡബിൾ മാർക്ക് നിങ്ങൾക്ക് ഉറപ്പാണ്. കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യാനും വൃത്തിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനും ഞങ്ങൾക്കൊരു ഫ്രീഡം കിട്ടും. സോ എന്തായാലും ഉണ്ടാവണം. ഫിസിക്സ് കഴിഞ്ഞു, പക്ഷേ മാത്സ് നമ്മൾ വിട്ടുകൊടുക്കരുത്. നിങ്ങളെ +1 ചതിച്ച വിഷയമാണ് മാത്സ്. അത് ക്രിസ്മസ് എക്സാമിന് തന്നെ നമ്മൾ എന്ത് ചെയ്യും, തിരിച്ചു പിടിക്കും. സോ 3 മണിക്ക് കാണാം. ലൈവിൻ്റെ ലിങ്ക് കമൻറ്റ് പിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം രാത്രിയാണ് ഞാൻ വീഡിയോ ഇടുന്നത്. മാക്സിമം നിങ്ങളെ ക്ലാസ് ഗ്രൂപ്പിലും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എല്ലാവരും ഒന്ന് അറിഞ്ഞോട്ടെ. ശരി, ബൈ.